ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഒലിവിയയുടെ ആ ഒരു പ്രശ്നങ്ങൾ ഇങ്ങനെ രൂക്ഷമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെതിരെയുള്ള കമൻസ്, അവരുടെ ക്ലാരിഫിക്കേഷന്, അങ്ങനെ ഒരുപാട് വീഡിയോസ് ഇപ്പം നമ്മുടെ യൂട്യൂബിൽ ഇങ്ങനെ ഓടിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ, ഇന്ന് ഞാൻ രാവിലെ ഒരു വീഡിയോ കണ്ടു. പിന്നെ അവർ ഒലിവിയയിൽ അച്ചു എന്ന് പറഞ്ഞ ഒരു വീഡിയോ ഇട്ടേക്കുന്നു. ഒരു ചെറിയ ക്ലാരിഫിക്കേഷനാണെന്ന് തോന്നുന്നു ആ വീഡിയോ. കാരണം അവർ അവിടെയുള്ള സ്റ്റാഫുകളും ഒക്കെ ആയിട്ടിരുന്ന് ഫുഡ് കഴിക്കുന്നു. അതായത് ചീനി വേവിച്ചതും ചിക്കൻ കറിയും ഒക്കെ ഒരു വലിയ 2-3 വാഴയിലൊക്കെ വെട്ടിയിട്ട് അതിനകത്ത് ഭക്ഷണം കഴിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ പഴുത്ത ചക്ക തിന്നുന്നു, പുറത്ത് ഹോട്ടലിൽ പോയിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. എന്നിട്ട് അവർ തന്നെ പറയുന്നുണ്ട്, തീഹാർ ജയിലിലെ അവരുടെ തമ്പനയിൽ അതാ കേട്ടോ, തീഹാർ ജയിലിലെ കുട്ടികളുടെ ജീവിതം എന്ന് പറഞ്ഞുകൊണ്ട്, തീഹാർ ജയിലിൽ ഭക്ഷണം ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ തനിയെ പറഞ്ഞതാ കേട്ടോ. അത് സത്യത്തിൽ അതിൻ്റെ 100% വാസ്തവം എന്ന് വെച്ചാൽ, നമ്മുടെ ഒരു ജീവ ആൻഡ് 3 ക്യൂൻസ് അങ്ങനെയാണെന്ന് തോന്നുന്നൊരു ചാനൽ, അതിനകത്ത് ഒരു ചേച്ചി പറയുന്നുണ്ട്, അവരുടെ അനിയത്തി ഇൻ്റർവ്യൂവിന് അവിടെ ജോലി ചെയ്ത ഒരു അനുഭവം പറയുന്നതിനകത്ത് അവർ ഡീറ്റെയിൽഡായിട്ട് പറയുന്നുണ്ട്. ഈ ഫുഡ്, ഈ ചീനി വേവിച്ചതും ചിക്കൻ കറി ആയാലും ചക്കയായാലും എന്ത് സാധനമാണ് ഫുഡ്, അവർ കൊടുക്കുന്ന ഫുഡായാലും ഇതെല്ലാം അവിടെ ജോലി ചെയ്യുന്ന സ്റ്റാഫ്സിൻ്റെ കയ്യിൽ നിന്ന് ഷെയർ ചെയ്ത് വാങ്ങി എല്ലാവരും കഴിക്കുന്നതാണ്. ഒരിക്കലും ഇവർ ഫ്രീ ഫുഡ് കൊടുക്കത്തില്ല എന്നാണ് അവർ തന്നെ വൃത്തിയായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ വേറൊരു വീഡിയോ കണ്ടു, ഞങ്ങളുടെ സ്റ്റാഫ്സിനൊന്നും പരാതിയില്ല, പിന്നെ ആർക്കാണ് ഇത്ര ഒലിവിയയെക്കുറിച്ച് ഇത്രയും പരാതിയും പരിഭവങ്ങളുമായിട്ട് പറയുന്നത്. സ്റ്റാഫ്സ് ഇപ്പം നിലവിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ്സ് ഒന്നും അവരെ പരാതി പറയില്ല. കാരണം എന്താ, അവരവിടെ ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. അവരും കൂടെ പരാതി പറഞ്ഞുകൊണ്ടിരുന്ന അവരുടെ ശമ്പളവും പോവും, അവരുടെ ജോലി പോവും, അവർ എന്തെങ്കിലും ഭീഷണിപ്പെടുത്തുമോ അങ്ങനെ എന്തെങ്കിലും വെച്ചേക്കുന്നതായിരിക്കും. അവിടുന്ന് ജോലി ചെയ്തിട്ട് ഇറങ്ങിപ്പോയ പെൺകുട്ടികളാണ് ഇപ്പോൾ രംഗത്ത് വന്നേക്കുന്നത് മൊത്തം. അല്ലാതെ ഇപ്പം നിലവിൽ അവിടെ ജോലി ചെയ്യുന്നവർ രംഗത്ത് വന്നിട്ടില്ല. മനസ്സിലായോ? ഇപ്പം അവിടുന്ന് ജോലി ചെയ്ത് ഇറങ്ങിപ്പോയവരും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തവരും ഒക്കെയാണ് ഇപ്പം നിലവിൽ രംഗത്തോട്ട് വന്നിരിക്കുന്ന പെൺകുട്ടികൾ. അവരുടെ പെരുമാറ്റ രീതി, അവരുടെ പെരുമാറ്റത്തിൽ അവരൊരു വീഡിയോയിൽ വന്നിട്ട് പറയുന്നുണ്ട്. പിന്നെ അവരുടെ ആ ഒരു വർത്തമാനം കേട്ടാണ് എല്ലാവരും സത്യം പറഞ്ഞാൽ വീഴുന്നത്. പക്ഷേ അവരുടെ ഓരോ വോയിസ് ക്ലിപ്സുകളും, അവരുടെ ഹസ്ബൻഡിൻ്റെ വോയിസ് ക്ലിപ്സുകളെല്ലാം നിങ്ങൾ ഇപ്പോൾ യൂട്യൂബിനകത്ത് എല്ലാവരും കേട്ട് കാണും. അത് എന്തുമാത്രം ബാഡായിട്ട് അവർ സംസാരിക്കുന്നത്. അപ്പോൾ അത് അവരുടെ വോയിസ് അല്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ, അവർ തന്നെ പറഞ്ഞ കാര്യങ്ങളാണ്. പിന്നെ അതുപോലെ തന്നെ കുട്ടികളെ എടുക്കുന്നത്, അവർ വിളിക്കുമ്പോഴേ, അവർ കോൾ അറ്റൻഡ് ചെയ്യുമ്പോഴേ അവരുടെ ഫുൾ സൈസ് പിന്നെ കളർ ഫോട്ടോ അയച്ചു കൊടുക്കണം. അവർ വന്നു കഴിഞ്ഞാൽ അവരുടെ നിറം നോക്കും, കറുപ്പാണോ വെളുപ്പാണോ എന്ന്. അപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ അങ്ങനെയൊക്കെ ജോലിക്ക് എടുക്കുമോ? വെളുത്ത പെൺകുട്ടികളുടെ ബയോഡാറ്റ എല്ലാം ഒരു സെക്ഷൻ, കറുത്ത പെൺകുട്ടികളുടെ ബയോഡാറ്റ എല്ലാം അടുത്ത സെക്ഷൻ. എന്നിട്ട് വെളുത്ത പെൺകുട്ടികളോട് നാളെ ജോയിൻ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കും, മറ്റവരോട് വിളിക്കാമെന്ന് പറയും. ഇതൊക്കെ അവിടെ നടന്ന് അനുഭവിച്ച അനുഭവസ്ഥരല്ലേ വന്ന് പറയുന്നത്. ഇപ്പം നമ്മളെപ്പോലുള്ളവരാണെങ്കിൽ നമ്മൾ ഓൺലൈൻ വഴി നമ്മളിപ്പോൾ ഇവരുടെ ഓരോ വീഡിയോയുടെ കമൻറ്റുകൾ നോക്കുമ്പോൾ ഇപ്പം വന്നിരിക്കുന്ന ഫുള്ള് നെഗറ്റീവ് കമൻറ്റ്സാണ് പെൺപിള്ളേർ എല്ലാവരും ഇട്ടേക്കുന്നത്. അതിനകത്ത് 1-2 നല്ല കമൻറ്റ് ഉള്ളത് ഡെലിവറി കസ്റ്റമർ, പിന്നെ കുർത്തി വാങ്ങിയവർ മാത്രം. അവർക്ക് അവരുടെ എക്സ്പീരിയൻസ് അറിയില്ല, കുർത്തിയുടെ എക്സ്പീരിയൻസ് മാത്രമേ അവർ പറയത്തുള്ളൂ കൊള്ളാമെന്നുള്ളത്. ഞാനും 2 കുർത്തി ഓർഡർ ചെയ്ത് വാങ്ങിയിട്ടുണ്ട്, കൊള്ളായിരുന്നു. ഫ്രീ ഷിപ്പിങ്ങും 399, 499, 599. അപ്പോൾ അവരുടെ രീതി വേറെയാണ്. അപ്പോൾ ഒരിക്കലും ഒരു ജീവ എന്ന് പറഞ്ഞ അവരുടെ വീഡിയോയ്ക്കകത്ത് ഞാൻ കണ്ടേക്കുന്ന, ഒരിക്കലും ഒരു പെൺകുട്ടികൾ ഇവരുടെ ചതിയിൽ പെടരുതെന്ന് തന്നെ പറയുന്നത്. 15 ദിവസം ട്രെയിനിങ് ആണ്. ഈ ട്രെയിനിങ് പീരീഡിൽ അവിടെ ജോലി ചെയ്യുന്നവരോട് സംസാരിക്കാനോ അവരോട് അവിടുത്തെ വിശേഷങ്ങൾ, അവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് തിരക്കാനോ ഒന്നും ഇവർ അനുവദിക്കത്തില്ല. ഇവർ സംസാരിച്ച് കഴിഞ്ഞാൽ അവർ അന്നേരം 10,000-20,000 രൂപ ഫൈനാണ് പറയുന്നത്. അപ്പോൾ ഈ 15 ദിവസത്തെ ട്രെയിനിങ് പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോണ്ട് വെപ്പിക്കും. പിന്നെ അവർ പറയുന്ന വേറൊരു കാര്യം എന്ന് വെച്ചാൽ, സ്വന്തമായിട്ട് ഫോൺ വേണം. അത് നമ്മളൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ അവരുടേതായിട്ടുള്ള ഒരു ഫോൺ, സാധാ ഒരു ഫോൺ കൊടുക്കും. എല്ലായിടും ഉള്ളതാണ്.
പക്ഷേ ഇവർ പറയുന്നത് വെച്ചാൽ സ്വന്തമായിട്ട് 10,000 രൂപയുടെയെങ്കിലും കുറഞ്ഞൊരു ഫോൺ വേണം. ഇൻ കേസ് എന്തെങ്കിലും പ്രശ്നത്താൽ ഇവർ പോവുകയാണെങ്കിൽ ഈ ഫോൺ ഇവർക്ക് തിരിച്ചു കൊടുത്തിട്ട് പോകണം. ഇതൊക്കെയാണ് അവിടെ വർക്ക് ചെയ്തവർ പറയുന്നത്. 18 വയസ്സും 28 വയസ്സിനും ഇടയിലുള്ള പെൺകുട്ടികളെയാണ് അവർ ചൂസ് ചെയ്യുന്നത്. പിന്നെ മുസ്ലിം കുട്ടികളെ എടുക്കത്തില്ല. ജാതി അവർ പ്രത്യേകം മുസ്ലിമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടേ അവർ എടുക്കത്തുള്ളൂ. അവരുടെ ആ ഒരു ഇൻ്റർവ്യൂവിനകത്ത് നല്ല വൃത്തിയായിട്ട് കാണുന്നുണ്ട്. അൽത്താഫിൻ്റെ ഇൻ്റർവ്യൂവിനകത്ത് പറയുന്നുണ്ട്, ചേച്ചി അങ്ങനെ പറയുന്നുണ്ടെന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഒരിക്കലും ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷേ ഇവിടെ ആരെങ്കിലും അങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്? ഇവിടെ മുസ്ലിം പെൺകുട്ടികൾ വർക്ക് ചെയ്യുന്നില്ല. അവർ തന്നെ ക്ലാരിഫിക്കേഷൻ അതിനകത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെന്ന് വെച്ചാൽ പിന്നെ ഇവർ ഹോസ്റ്റൽ ഫുഡ് ഫ്രീ ആണ്, ഹോസ്റ്റൽ ഫ്രീ ആണ്, ഫുഡ് ഫ്രീ ആണെന്നൊക്കെ പറയുന്നത് വെറുതെയാണെന്ന്. ഫുഡെല്ലാം ഇവർ തന്നെ വാങ്ങുന്നത്. അവരോട് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് പഴയ വീഡിയോയുടെ പരസ്യമാണ്, എങ്കിലും അവർ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞൂടെ? പുതിയ നിയമത്തിൽ അവർ അങ്ങനെ ഫുഡും അക്കോമഡേഷനും ഫ്രീ അല്ല എന്നുണ്ടെങ്കിൽ ആ വീഡിയോ അവർ ആദ്യം ഡിലീറ്റ് ചെയ്യേണ്ടേ. അത് കണ്ടിട്ടായിരിക്കുമല്ലോ ചില പെൺകുട്ടികൾ ഇപ്പം കയറുന്നത്. ഈ കുട്ടികളുടെ ചിലവെല്ലാം ഇവർ തന്നെ നോക്കണമെന്നാണ് പറയുന്നത്. അല്ലാതെ ഇവരുടെ കയ്യിൽ നിന്ന് അങ്ങനെ പ്രത്യേകിച്ച് ചിലവും കാര്യങ്ങളും ഒന്നുമില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. അതുപോലെ ഇവരുടെ 25,000 രൂപ സാലറി. ഇവരുടെ പരസ്യമെന്ന് വെച്ചാൽ എന്തുവാ, 3 മണിക്കൂർ ജോലി, അതായത് 11 മണി മുതൽ 5 മണി വരെ 3 മണിക്കൂർ ജോലി ചെയ്തിട്ട് ബാലൻസുള്ള മണിക്കൂർ ഇത്രയും ഡാൻസ് പാട്ടും ഒക്കെ ആയിട്ട് നമുക്ക് എൻജോയ് ചെയ്യാം. 25,000 രൂപ സാലറി. ഇതൊക്കെ കേൾക്കുമ്പോൾ ആരാ വീഴാത്തത്? ഇത്രയും പരസ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ആരാ വീഴാത്തത്? പക്ഷേ ഇവർ ഒരു ഫിക്സ്ഡ്, ഇവരോട് അത് ഇൻ്റർവ്യൂവിനത് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് 25,000 രൂപ ഫിക്സ്ഡ് അല്ല, കമ്മീഷനാണ്. അതും അവർ തന്നെ പറയുന്നുണ്ട്. ഇവരെന്തിന് ഇത്രയും പെൺകുട്ടികളെ വെച്ചിട്ട് അവരെ ഇത്രയും 3 കള്ളങ്ങളൊക്കെ പറഞ്ഞ് അവരെ ഇങ്ങനെ 25,000 സാലറി പറഞ്ഞിട്ട് അത് കൊടുക്കത്തില്ല. അവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും മിണ്ടിയ ഫൈൻ 10,000, പിന്നെന്തുവാ ഒരു ടോപ്പ് ഒരു കുർത്തി കണ്ടില്ലെങ്കിൽ ഫൈൻ 10,000. അങ്ങനെ അവർ എത്ര രൂപ വെച്ച് ഫൈൻ ഈടാക്കുന്നു? എത്രയോ പെൺകുട്ടികൾ ഇത് പറയാൻ മടിക്കുന്നു. അവരുടെ ഓഫീസ് യൂണിറ്റിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ പറയാൻ, വീട്ടിലെ അവസ്ഥകൾ നോക്കി ജോലി കളയാതെ കിട്ടുന്നത് മുന്നോട്ട് കൊണ്ടുപോകാൻ എത്രയോ പെൺകുട്ടികൾ അവിടെ നിൽക്കുന്നു. ഇപ്പം കൺമണി എന്ന് പറഞ്ഞൊരു കൊച്ച് ഒരു പോസ്റ്റ്, അവൾ ചുമ്മാ വെറുതെ ഒരു പോസ്റ്റ് ഇട്ടതാണ്. നിങ്ങൾക്ക് അവിടെ പോയി ഉണ്ടായ ദുരനുഭവം, ബാഡ് കമൻസ് ആയാലും നല്ല കമൻസ് ആയാലും കമൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അത് കഴിഞ്ഞിട്ട് സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ എന്താ തുറന്നപ്പോൾ ഫുള്ള് നെഗറ്റീവ്. ഇത്രയും പെൺകുട്ടികൾ അവിടെ പോയി ഇത്രയും അനുഭവിച്ചിട്ടുണ്ടെന്നുള്ളത് ഇപ്പോൾ ഓരോന്ന് തെളിവ് സഹിതം മുന്നോട്ട് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഒരു സമയത്ത് ഒരു 2 വർഷത്തിന് മുമ്പ് ഞാനും ഇതിൻ്റെ ഇത് കണ്ടപ്പോൾ ഞാനും വിചാരിച്ച് നമുക്ക് പോയാൽ എന്താ, ഇൻ്റർവ്യൂവിന് പോകാൻ ഇച്ചിരി ദൂരമാണല്ലോ, എങ്കിലും സാരമില്ല, 3 മണിക്കൂർ ജോലി, 25,000 രൂപ ശമ്പളം. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിനോട് വിളിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞ് വേണ്ട. അത് കേട്ടപ്പോൾ അവർക്ക് മനസ്സിലായി കാണും ഇത് ശരിയായി ഉടായിപ്പായിരിക്കുമെന്ന്. അതിൻ്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അവർ സത്യസന്ധമാണ് എന്നുണ്ടെങ്കിൽ ഇത്രയും നിമിഷ നേരം കൊണ്ട് ഇത്രയും വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും രംഗത്ത് വരില്ല. ഇപ്പം നമ്മുടെ യൂട്യൂബ് ചാനൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ മൊത്തം ഒലിവിയയ്ക്കുള്ള എതിരാണ്. അവരുടെ ആർപ്പാട്, അവിടെ വർക്ക് ചെയ്യുന്നവരൊക്കെ പറയുന്നുണ്ട് അവരുടെ ആർപ്പാട ജീവിതം, വണ്ടികൾ, പിന്നെ അതുപോലെ തന്നെ അവിടെ ഉള്ളവരോട് സംസാരിക്കാൻ ഇവർ സമ്മതിക്കത്തില്ല. നേരത്തെ ജോലി ചെയ്തവരോട് സംസാരിക്കാൻ, പുതിയ കുട്ടികൾ വന്നാൽ സംസാരിക്കാൻ അവർ സമ്മതിക്കത്തില്ല. ഭക്ഷണം ഷെയർ ചെയ്ത് അവരുടെ പൈസയിൽ നിന്ന് ഷെയർ ചെയ്ത് വാങ്ങണം. ഒരു നേരമേ ഉള്ളൂ കൊടുക്കുന്ന, ഉച്ചയ്ക്ക്, രാവിലത്തെയും രാത്രിയിലത്തെ അവർ പുറത്ത് പോയി കഴിക്കണം. പിന്നെ ഇവരെന്താണ് ഈ പറയുന്നത്? ഇവർ പറയുന്നതിനൊക്കെ ഒരു തെളിവ് വേണ്ടേ? ഇവർ കുറച്ച് ചീനിയും മീനും വേവിച്ച് തിന്നുന്ന വീഡിയോയും പിന്നെ പഴുത്ത ചക്ക തിന്നുന്ന വീഡിയോയും ഇട്ടാൽ ആരെന്ത് വിശ്വസിക്കാനാ? ഇന്നലെ ഞാനൊരു വീഡിയോ കാണാനിടയായി. ഈ ഓണറിൻ്റെ ഹസ്ബൻഡ്, അപ്പോൾ അതിനകത്തൊരു പെൺകുട്ടിയാണ് പറയുന്നത്, നല്ല വൃത്തിയായിട്ട് വോയിസ് ക്ലിപ്പ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോൾ ചോദിക്കുമെന്ന്, പിന്നെ ഞാൻ നിങ്ങളുടെ മുതലാളിയായിട്ടിരിക്കണം അതോ ഫ്രണ്ടായിട്ടിരുന്നാൽ മതിയോന്ന്. അത് ഒരു മുതലാളിയായിട്ടിരുന്നാൽ മതിയെന്ന് പറഞ്ഞാൽ പിന്നെ അവർക്ക് സാലറി ഇല്ല, അവർ ലേറ്റായിട്ടേ പറഞ്ഞു വിടൂ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ രംഗത്ത് വരുന്നത്. എന്തായാലും ഒലിവിയ ഡിസൈൻസ് ഒരു ഓൺലൈൻ ഷോപ്പായിട്ട് വലിയ വമ്പിച്ച പിന്നെ ജനങ്ങളുടെ പിന്തുണയോടുകൂടി മുന്നോട്ട് പോയൊരു സ്ഥാപനമാണ്. നിമിഷ നേരം കൊണ്ട് ഒരു പെൺകുട്ടിയുടെ ചെറിയൊരു വാക്കാൽ
ഇപ്പം തകർന്ന് തരിപ്പണമായിട്ട് നിൽക്കുകയാണ്. ഇനി ഇവർ ഓൺലൈൻ ഷോപ്പ് തുടങ്ങിയാൽ പോലും തുടങ്ങിയാൽ പോലും അവർക്ക് യാതൊരു സപ്പോർട്ടും കാണില്ല. പിന്നെ അതുപോലെ തന്നെ നേരത്തെ ഒരു പെൺകുട്ടിയെ മർദ്ദിച്ചു, മാവേലിക്കരയിലിട്ട് മർദ്ദിച്ചു, അടൂരിട്ട് മർദ്ദിച്ചു. ആ കേസ് അവർ രാഷ്ട്രീയക്കാർ വഴി ഇല്ലാതാക്കി. അതുപോലെ തന്നെ ഇതും അവർ എങ്ങനെയെങ്കിലുമൊക്കെ പിടിച്ചു കയറുമായിരിക്കും. എങ്കിലും സത്യം, നീതി എന്നുള്ളത് ഈ പാവപ്പെട്ട പെൺകുട്ടികൾക്ക് അന്നന്ന് ആ വീട് നോക്കാൻ ഇറങ്ങുന്ന കുട്ടികളായിരിക്കും മൊത്തം. വലിയ സാമ്പത്തിക ശേഷിയുള്ളവരാരും തുണിക്കടയിലൊന്നും പോയി ജോലിക്ക് നിൽക്കില്ല. അവരെ അട്രാക്റ്റ് ചെയ്തത് അവരുടെ സാലറി ആയിരിക്കും. 3 മണിക്കൂർ ജോലി, വെയിൽ കൊള്ളണ്ട, ഫോൺ കോൾ അറ്റൻഡ് ചെയ്താൽ മതി, ഓർഡർ എടുക്കുക, സൈസ് പറയുക, കുർത്തീസ് പാഴ്സൽ ചെയ്ത് കൊടുക്കുക. ഇതെന്ന് പറയുമ്പം ഏതൊരു പെൺകുട്ടി ആഗ്രഹിച്ചു പോകും. അപ്പോൾ അവരെ ചീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ സത്യം എന്തായാലും ജയിക്കട്ടെ. ഒലീവിയയുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ സത്യത്തിൻ്റെ ഭാഗത്ത് ദൈവം നിൽക്കട്ടെ. പെൺകുട്ടികൾക്ക് നീതി ലഭിക്കട്ടെ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.